Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to Midnight. അനുമോൾ, നിങ്ങക്ക് നാണം ഉണ്ടോ? എന്തൊക്കെ ഇന്ന് ഈവനിങ് ആയപ്പം ബിഗ് ബോസിൽ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ലാലേട്ടൻ ഭയങ്കര ഫയർ ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഒരു പ്രമോ ആയിരുന്നു. ഇന്ന് വൈകുന്നേരം ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കണ്ടപ്പം എനിക്ക് തോന്നി ഇന്നത്തെ എപ്പിസോഡ് എനിക്കൊന്ന് കാണണം എന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു എപ്പിസോഡ് ഒന്ന് കാണുകയും ചെയ്തു. അപ്പം അനുമോളോട് അത്യാവശ്യം മോശമായ രീതിയിലും അത്യാവശ്യം ദേഷ്യപ്പെട്ടും നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടാണ് ലാലേട്ടൻ സംസാരിച്ചിരുന്നത്. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടും എന്ന് തുറന്നടിച്ചാണ് ലാലേട്ടൻ ഈ ഒരു പ്രൊമോയിൽ ചോദിക്കുന്നുണ്ടായിരുന്നത്. അപ്പം എപ്പിസോഡ് എന്തായാലും കാണണം എന്ന് വിചാരിച്ച് ഞാനത് കാണുകയും ചെയ്തു. എപ്പിസോഡിലും ഈ ഒരു സംഭവം ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ആര്യനെ കുറിച്ചും ജിസേലിനെ കുറിച്ചും ഈ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാനും അവർ പുതപ്പിനിടയിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതെല്ലാം ഞാൻ കണ്ടു എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങളിവിടെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഞാൻ 100-300 പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനടക്കം എല്ലാവരും ഈ ഒരു വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ജിസയിലും ആര്യനും എന്താണ് ചെയ്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുൾ എപ്പിസോഡ് ഒന്ന് കാണുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത്. പക്ഷെ എന്നിട്ടും വീണ്ടും അനുമോൾ ഇവിടെ പറയുന്നത് ഞാൻ കണ്ടു അവർ തമ്മിൽ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നുള്ളത് അനുമോൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ ലാലേട്ടൻ പറയുന്നത് നിങ്ങൾക്ക് നാണമില്ലേ, ഇത് ഒരുപാട് ആൾക്കാർ കാണുന്ന, അതായത് 3-4 തലമുറ കാണുന്ന ഷോ അല്ലേ, കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ അല്ലേ, അപ്പം നിങ്ങൾ എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും? അപ്പൊ ഞങ്ങളുടെ റെപ്യൂട്ടേഷനെ ഇത് ബാധിക്കില്ലേ എന്ന് ലാലേട്ടൻ ഇവിടെ അനുമോളോട് ചോദിക്കുന്നുണ്ട്. അപ്പം നോക്കണം, അവർക്കറിയാം ഇങ്ങനെ അനുമോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പം അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നുള്ള കാര്യം ലാലേട്ടന് നന്നായിട്ട് അറിയാം. ലാലേട്ടനല്ല, ബിഗ് ബോസ് ടീമിന് നന്നായിട്ട് അറിയാം. അപ്പം അവർ കണ്ടെത്തിയ ഒരു വഴിയാണ് എല്ലാം കൂടി ഈ ഒരു അനുമോള് കെട്ടിച്ചമച്ചതാണ്, ആര്യനും ജിസേലും തമ്മിൽ വെറും സുഹൃത്ത് ബന്ധം മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ ലാലേട്ടൻ നല്ല നൈസായിട്ട് എല്ലാം അനുമോളുടെ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിൽ എല്ലാം അനുമോളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നതാണ് ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് കാണാൻ പറ്റിയത്. അപ്പം പിന്നെ ഈ ആര്യനും ജിസേലും തമ്മിലുള്ള കാര്യങ്ങൾ ഇവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പുറത്തേക്ക് ഈ ഒരു വീഡിയോ വിട്ടത്? ബിഗ് ബോസ് ടീമിന് TRP റേറ്റ് കൂട്ടുക വേണം. എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് സ്ഥാപിച്ചെടുക്കുകയും വേണം. അതിനായിട്ട് ഇവിടെ ലാലേട്ടൻ നല്ല അടിപൊളിയായിട്ട് നല്ല ഒരു, അതായത് വിറപ്പിച്ച് നിർത്തിയിട്ട്, അനുമോളം വിറപ്പിച്ച് നിർത്തിയിട്ട് ബിഗ് ബോസ് ഒരിക്കലും ജിസേലിന്റെയോ ആര്യന്റെയോ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി ആ വീഡിയോ എന്തായാലും പുറത്തുവിടില്ല. കാരണം അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഫാമിലി ഓഡിയൻസ് അടക്കം കുട്ടികളടക്കം കാണുന്ന ഷോ ആണ്. അപ്പം എന്തായാലും അവർക്കത് പുറത്തേക്ക് വിടാൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം, ബിഗ് ബോസുകാർക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം ബിഗ് ബോസിൽ നടന്നിട്ടില്ല എന്ന് തന്നെ വരുത്തീർക്കണം. അതിനു വേണ്ടിയിട്ട് ലാലേട്ടൻ നല്ല രീതിയിൽ അനുമോളെ ഫയർ ചെയ്യുന്നത് കണ്ടിട്ട് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്നവർ പോലും അനുമോളെ അവിടെ എപ്പിസോഡ് വന്നപ്പം അവിടെ തള്ളി പറയുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം എന്താണ്, ബിഗ് ബോസിന് തീരെ നിലവാരം ഇല്ല എന്ന് തന്നെ വേണം നമ്മളോട് മനസ്സിലാക്കാനായിട്ട്. ഒരു നിലവാരവും ഇല്ലാത്ത ഷോ തന്നെയാണ് ബിഗ് ബോസ്. അവിടെ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾക്ക് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നുള്ളത് നല്ല രീതിയിൽ അവർക്ക് അറിയാം. എങ്കിൽ പോലും TRP റേറ്റിനും അവരുടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടും അവരെല്ലാം പുറത്തു വിടും. പക്ഷെ അതൊന്നും നമ്മൾ കണ്ടത് അല്ല സത്യം, നമ്മൾ കണ്ടതൊന്നുമല്ല സത്യം, അവർ പറയുന്നതാണ് സത്യങ്ങൾ. ഈ 24 മണിക്കൂറും 24/7 ഓൺലൈനായിട്ട് എപ്പിസോഡ് കാണുന്ന ആൾക്കാർ പറയണതോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസ് അവരുടെ കൂടെ ജീവിക്കുന്നവർ തന്നെ പറയുന്നത് ഒന്നുമല്ല സത്യങ്ങൾ. ലാലേട്ടൻ വന്ന് പറയണതാണ് സത്യം, അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം പറയുന്നതാണ് സത്യം. അവരുടെ റെപ്യൂട്ടേഷൻ ഒരു കുഴപ്പം പറ്റാൻ പാടില്ല. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു തീരെ നിലവാരമില്ലാത്തൊരു ഷോ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ്. അത് മോഹൻലാലിനെ പോലെയുള്ള ഈ ഒരു കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ളൊരു സ്റ്റാർ വന്നിട്ട് ഇതിന്റെ മെയിൻ ആളായിട്ട് നിൽക്കുമ്പോൾ അത് അതിലേറെ നാണം കെട്ടൊരു പരിപാടി തന്നെയാണ്. എനിക്കിത് പറയാതെ വയ്യ. ബിഗ് ബോസിന് ഒരുപാട് ആരാധകരുണ്ടാവും. ഞാനും ഈ ഒരു ബിഗ് ബോസ് അത്രയും താല്പര്യത്തോടെ കാണുന്ന ഒരാളൊന്നുമല്ല. ഇങ്ങനെ ഒരു പ്രമോ വന്നപ്പോൾ കണ്ടു നോക്കിയതാണ്.
പക്ഷെ എനിക്ക് ഇതാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് തോന്നിയതെന്ന് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. അപ്പം എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ.